ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ ഉറക്കമൊക്കെ എണീറ്റ് ഇങ്ങനെ വന്ന് ഞാൻ നിൽക്കുകയാണ്. നമുക്കങ്ങനെ രാവിലെ നോക്കിയപ്പോൾ കുറച്ച് ഇഷ്ടപ്പെടുന്ന സന്തോഷപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടു. എന്താണെന്ന് അറിയാമോ? കാണിച്ചു തരാം. കണ്ടോ കുട്ടിയിലെ എത്ര താമരപ്പൂ, ഇതിൻ്റെ എല്ലാം പോയി കേട്ടോ. ഈ താമരയുടെ എല്ലാം പോയി. കണ്ടോ താമര പൊട്ട് നിൽക്കുന്നുണ്ടോ? എന്ത് ഭംഗിയായിട്ട് നിൽക്കുന്നത്. അതിലും കേട്ട് വലിയൊരു സംഭവം നടന്നു കേട്ടോ. ഈ ആമ്പലിലാണെങ്കിൽ ഈ രണ്ടെണ്ണം സെയിമാണ്, പക്ഷെ അത് പുതിയതാണ്. ഞങ്ങളങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു, ആദ്യമായിട്ടാണ്. ഇന്നലെ നോക്കിയപ്പോൾ ഒരു പുതിയ കൃഷി ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അങ്ങനെ അതിൻ്റെ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ നല്ല സന്തോഷമായ രണ്ട് കാര്യങ്ങളുണ്ട്. ഇനി ഒരു കാര്യം പറയാനുണ്ട്. ഞാനാണെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് നല്ല തലയ്ക്ക് നല്ലൊരു പെരുപ്പും കൈക്കൊക്കെ ഒരു വിലക്കുറവല്ല, ഒരു തരിപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ BP ചെക്ക് ചെയ്തു. BP ചെയ്തപ്പം എനിക്ക് കുറച്ച് BP കൂടുതൽ. എനിക്ക് പാരമ്പര്യമായിട്ട് ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ അച്ഛനും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും അതിങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ ഞാനിങ്ങനെ യൂട്യൂബിലിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി. എൻ്റെ മോനിരുന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ചാൽ പേരും കൂടെ കിടന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ റോക്കി. അവന് എവിടുന്നോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, അത് വെച്ചുള്ള യുദ്ധമാണ്. എന്നെ അവന് പേടിയേട്ടാ, അതുകൊണ്ട് അങ്ങനെ വരത്തില്ല. അവനുമായിട്ടാണ് കൂട്ട്. അവൻ ചെടിയല്ല, ഇവിടെ ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നിടാം. ഞാൻ രണ്ടുപേരും കൂടെ ഇവിടെ ഭയങ്കരമായിട്ടുള്ള പരിപാടികളിലാണ്. അവനൊരു ജോലി, ഇവനൊരു ജോലി. അതെല്ലാം എടുത്ത് കളയുക. ഓക്കെ, അങ്ങനെ ഞാൻ BP ചെക്ക് ചെയ്തപ്പോഴത്തേനും എനിക്ക് നല്ല BP കൂടുതലാണ്. എന്താണെന്നറിയത്തില്ല, നല്ല കൂടുതലാണ്. അന്നേരം ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്, എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു. അതാണ് ഞാൻ രാവിലെ ഒരു പുതിയ റുട്ടീനായിട്ട് എക്സസൈസ് അല്ല, ജസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് ചുറ്റുമൊക്കെ ഒന്ന് നടന്ന് ഒക്കെ ഒന്ന് വന്നത്, ഒന്ന് വാമപ്പായിട്ട് പതുക്കെ കൊണ്ട് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതായത് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ പരിചയപ്പോഴാണെങ്കിൽ ഒരു ടിപ്സ് കിട്ടി. ഈ നമ്മുടെ മുരിങ്ങയിലയുണ്ടല്ലോ, മുരിങ്ങയിലയുടെ വെള്ളം, നിങ്ങൾ ആരെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. മുരിങ്ങയില എടുത്ത് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടും. നല്ലൊരു ആശ്വാസമല്ല, BPക്ക് കുറച്ച് നോർമലാവാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ച് രാവിലെ എങ്ങനെയെങ്കിലും ഒന്ന് ഓക്കെ ആവണമല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ച് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അന്നേരം രാവിലെ നമുക്ക് മുരിങ്ങയില കഴിക്കാൻ പറ്റും. അതെ, സൂര്യൻ്റെ വെയിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അന്നേരം നമുക്ക് തന്നെ ഇതാണ് ഞങ്ങളുടെ മുരിങ്ങയില. ഇതെന്താണെന്ന് എനിക്ക് പാക്ക് വെയിറ്റ് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഓക്കെ. അന്നേരം മുരിങ്ങയില ആണെങ്കിൽ നമുക്ക് എടുത്ത് ഇതാണ് മുരിങ്ങയില കേട്ടോ. ഒരുപാട് വലുതല്ല, ചെറുത്, നമുക്ക് പിടിച്ച് എടുക്കാവുന്ന അത്രേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് 3-4 മുരിങ്ങയില എടുക്കുക. കിട്ടിയല്ലോ, ഇത്രയും മതി, ഇത്രേ ആവശ്യമുള്ളൂ. ഇത് കുറച്ച് തിളപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ രാവിലെ ആഹാരമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഒരു വൈറ്റ് കഴിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഞാൻ വിചാരിച്ച് കൊണ്ട് നമുക്ക് കുറച്ച് മെഡിസിൻ, ആയുർവേദ മെഡിസിൻ തിളച്ചിട്ട് ആറിക്കഴിയുമ്പോൾ നമുക്ക് ഇത് വെറും വയറ്റിൽ തന്നെ കുടിക്കണമെന്നാണ് പറഞ്ഞത്. നമുക്ക് വെറും വയറ്റിൽ കുടിക്കാം. ഓക്കെ ഗൈസ്, ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ചാനൽ ഒരുപാട് പേര് കാണുന്നുണ്ട്, ഷോർട്സൊക്കെ നല്ല മാതിരി ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എന്താണെന്നറിയത്തില്ല. നിങ്ങൾ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കാരണം ആ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേരുണ്ട്, 83-87 പേരുള്ള സബ്സ്ക്രൈബേഴ്സുണ്ട്. ഈ കാണുന്നവർ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഓക്കെ, ബൈ.